മുഹൂർത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഈ ഫ്രൈഡേയിലെ ഈ വൈകിയാറായ സമയത്ത് വിവിധ സ്ഥലങ്ങളിലെ വിവിധ ഭവനങ്ങളിലെ വിവിധ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഈ നിലയിലെ ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമുക്ക് അവകാശം തന്നു. ലോകമെമ്പാടും ഇപ്പോഴ് വളരെ ഭീതിയിലും ഭയത്തിലും ഒക്കെ കഴിയുമ്പോൾ ദൈവമക്കളായ നമുക്ക് സമാധാനത്തോടും പ്രത്യാശയോടും കൂടി ഈ നിലയിൽ ഇങ്ങനെ കൂടുവാനായിട്ട് ഇടയാക്കി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. പ്രത്യേകിച്ച് നമ്മൾ ആദ്യം സ്തോത്രം ചെയ്തതുപോലെ നമ്മുടെ പ്രിയ ഷീബ സഹോദരി ഡിസ്ചാർജ് ചെയ്ത് കേൾപ്പാനായിട്ട് നമുക്കിടയായ അതോർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആദ്യം തന്നെ നമുക്ക് അതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നമുക്ക് ഒന്നിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതി സ്തോത്രങ്ങളും നന്ദിയും കരയറ്റാം. എന്നിട്ട് നമുക്ക് മീറ്റിംഗ് തുടങ്ങാം. ഇത്രത്തോളം നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് വളരെ ഭാരത്തോടുകൂടിയൊക്കെയും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം അതിന് നമുക്ക് നല്ല തക്കതായ ആൻസർ തന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ മഹത്വപ്പെടുത്താം. നമ്മുടെ മീറ്റിംഗ് പതിവ് പോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മൾ ഇങ്ങക്ക് കൂടുവാനായിട്ട് ഇടയാക്കി ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇത് പ്രാർത്ഥിപ്പാൻ വേണ്ടി നമുക്ക് ഒരുപാട് വിഷയങ്ങൾ പ്രാർത്ഥിപ്പാനുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് മുമ്പിലാണ് നമ്മൾ ഇനി കഴിയുന്നത്. അന്നേരം തന്നെ നമുക്ക് പാട്ട് പാടുവാനും പ്രാർത്ഥിപ്പാനും ഒരു ചെറിയ മെസ്സേജ് ലഭിക്കാനും ഒക്കെ ഉള്ള സമയങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് കടന്നു വന്ന എല്ലാ സഹോദരിമാരെയും അവരവരുടെ ഭവനങ്ങളിലെ ഇരിക്കുന്നത് പല തടസ്സങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. എന്നാൽ അതൊക്കെയും സഹിച്ച് ഇങ്ങനെ കൂടുവാനായിട്ട് ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാവരെയും നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് വളരെ സന്തോഷമുണ്ടെന്നുള്ള വിവരം അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രൈസ് ആൻഡ് ഓപ്പണിംഗ് പ്രയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ലത സ്വരൂപ് സിസ്റ്ററെ അതിനുവേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗപിതാവേ, ഇന്നത്തെ സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവമേ, ഈ വൈകിയ സമയം കർത്താവേ അടിയങ്ങൾക്ക് സമാധാനത്തോടും കർത്താവെ ഹൃദയ പരമാർത്ഥതയോടും കൂടെ ദൈവസന്നിധിയിൽ കർത്താവെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർത്താവെ ജോയിൻ ചെയ്യുവാൻ ദൈവം അവിടുന്ന് ഇടയാക്കി തീർത്തുവല്ലോ. ഈ 247 പ്രയർ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരിമാരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതുപോലെ അങ്ങയുടെ സന്നിധിയിൽ സ്തോത്രത്തോടും നന്ദിയോടും കർത്താവെ സ്തുതി സ്തോത്രങ്ങളോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അടിയങ്ങളുടെ കർത്താവ് രാജാതിരാജാവും ദൈവമേ ഈ ഭൂലോകത്തെയും കർത്താവെ അതിലുള്ള സകലത്തെയും ഭരിച്ച് നടത്തുന്ന ആ കർത്താവിന്റെ സന്നിധിയിലാണ് അടിയങ്ങളായിരിക്കുന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ കർത്താവെ അടിയങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാനും അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തില് പലതും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവെ നടക്കുന്നുവെങ്കിലും കർത്താവെ എൻ്റെ നടുവില് അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും കർത്താവെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറയിനടിയിൽ മറച്ച് സൂക്ഷിക്കുന്നത് പോലെ അവിടുന്ന് സൂക്ഷിക്കുന്ന വലിയ ദയക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ ഇന്നത്തെ മീറ്റിങ്ങിനെ ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുകയാണ്. കടന്നു വന്ന എല്ലാ സഹോദരിമാരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. ഹൃദയത്തിലെ ഏകാഗ്രതയോടുകൂടെ ദൈവസന്നിധിയിൽ എല്ലാവർക്കും ആയിരിക്കാൻ അവിടുന്ന് സഹായിക്കണം. പ്രത്യേക ലീഡ് ചെയ്യുന്ന ആനിയാന്റി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസിയെ ബലപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പാട്ടുകൾ പാടുന്ന യൂനിസ് ക്രിസ്റ്റിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മകളെയും ബലപ്പെടുത്തുമാറാണോ. ആത്മാവിൽ നിറഞ്ഞ അങ്ങയെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ മനോഹരമായ പാട്ടുകൾ പാടി കർത്താവെ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം കൊടുത്തിട്ടുള്ള താഴ്ന്നുകളെ ദൈവനാം മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാൻ പ്രിയ പൈതലിനെ അവിടുന്ന് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതുപോലെ വചനത്തിൽ നിന്ന് ഷെയർ ചെയ്യുവാൻ അങ്ങയുടെ ദാസി മീന സിസ്റ്ററെ അവിടുന്ന് ഒരുക്കിയിരിക്കാൻ സ്തോത്രം. കർത്താവെ അടിയങ്ങളോട് ഇന്ന് അവിടത്തേക്ക് എന്താണ് സംസാരിക്കുവാനുള്ളത് എന്നുള്ളത് കർത്താവെ അടിയങ്ങൾ വളരെ ദൈവമേ ഏകാഗ്രതയോടുകൂടെ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവവചനം കേൾക്കുവാൻ അടിയങ്ങളെ സഹായിക്കുമാറാണ്. അങ്ങയുടെ ദാസിയെ അതിനായിട്ട് ബലപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം കർത്താവെ അടിയങ്ങൾ പ്രയർ റൂമില് ചാറ്റ് റൂമിൽ കടന്ന കർത്താവ് വിവിധ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ആന്റി ഓർമ്മിപ്പിച്ചതുപോലെ അനേക വിഷയങ്ങളെ പ്രാർത്ഥനയ്ക്കായിട്ട് അടിയങ്ങളുടെ മുന്നിലുണ്ട്. കർത്താവെ അതെല്ലാം ദൈവമേ സ്തോത്രത്തോടുകൂടെ തിരുസന്നിധിയിൽ ഭരമേൽപ്പിക്കുവാൻ അവിടുന്ന് അടിയങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അടിയങ്ങളുടെ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി തന്ന കർത്താവ് പിന്നെയും അടിയങ്ങൾക്ക് കർത്താവ് തക്ക സമയത്ത് അടിയങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരുമെന്നുള്ള പ്രത്യാശയോടുകൂടെ അടിയങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നു.
ഒടുവിലായിട്ട് കർത്താവെ ക്ലോസിംഗ് പ്രയർ ചെയ്യുന്ന സിസ്റ്റർ ഫാത്തിമ ഷിബുവിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവെ എല്ലാ മടുക്കലും ചിട്ടയിലും ദൈവത്തിന് പ്രസാദകരമാവും വണ്ണവും കർത്താവെ ചെയ്യുവാൻ അങ്ങനെ ദാസന്മാരായ എല്ലാവരെയും ബലപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഒന്നും കൂടാതെ വണ്ണം കർത്താവെ അടിയങ്ങള് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടും കർത്താവെ ഉചിതമാവും വണ്ണവും നടക്കുവാൻ അവിടുന്ന് സഹായിക്കണം. പ്രത്യേക ഷിവാൻഡിക്ക് കൊടുത്ത വിടുതലിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസിയെ എത്രത്തോളം ബലപ്പെടുത്തി അവിടുന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പ്രയാസമേറിയ ദിനങ്ങളായിരുന്നു. എന്നാൽ ദൈവം അവിടുന്ന് അത്ഭുതകരമായ വിടുതൽ നൽകിക്കൊടുത്ത ഇന്നത്തെ ദിവസം ഡിസ്ചാർജ് ആകുവാൻ അവിടുന്ന് ഇടയാക്കി തീർത്തുവല്ലോ. അവന്റെ യാത്രയിലെല്ലാം കൂടെ ഇരിക്കുമാറാകണം. തുടർന്നും കർത്താവെ ആവശ്യമായ കൃപ നൽകി കൊടുക്കുമാറാകണമേ. ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും കർത്താവെ അവരെയും ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്തുകൊണ്ട് അടിയന്റെ വാക്കുകളെ ചുരുക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകി തന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിവിനയമായി അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു സിസ്റ്റർ ലതാ സ്വരൂപ്. നമ്മുടെ പ്രാർത്ഥനയൊക്കെ ദൈവം കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ദീർഘനാളുകള് അതായത് 247 മീറ്റിംഗ്. അപ്പൊ നമ്മൾ എത്രയോ ആൾക്കാർക്ക് വേണ്ടി, എത്രയോ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. അതിനൊക്കെ നമുക്ക് മറുപടി ലഭിച്ചിട്ടുണ്ട്. ഇന്നും നമുക്ക് അത് രുചിച്ചറിയാനായിട്ടിടയായി. പ്രിയ ശിവ സഹോദരി നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചു. ഇന്ന ദിവസം ഡിസ്ചാർജ് ചെയ്യുവാനായിട്ടിടയായി. അതൊക്കെ അതിന്റെ പുറകിൽ ഒരുപാട് പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് രുചിച്ചറിയാനിടയാകും. നമുക്ക് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ നേരിട്ടു. എന്നാലും ദൈവം തക്ക സമയത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. ഇനിയും നമ്മുടെ പ്രാർത്ഥന ആയിരിക്കുന്നിടങ്ങളിൽ ദൈവത്തിന്റെ കൃപ ധാരാളം അനുഭവിച്ചു. ഒരു ഇൻഫെക്ഷനോ ഒന്നും ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കണം. ക്ഷമത്തോടെ ശുശ്രൂഷകളെല്ലാം ലഭിച്ച് ഭവനത്തിൽ കടന്നു വരണം. നമുക്ക് ആ വിഷയങ്ങളൊക്കെ ഓർത്ത് തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നന്ദി കരയറ്റാം. എല്ലാ മഹത്വവും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. നമുക്ക് ഇനിയും മനോഹരമായ പാട്ട് കേൾക്കാനാണ് നമ്മൾ ഇനി ആഗ്രഹിക്കുന്നത്. നമ്മുടെ യുവ സഹോദരി യൂനീസ് ക്രിസ്റ്റി നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രിയ വൈദ്യരിൽ നിന്നും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട 2 പാട്ട് കേൾക്കാം. അതിനായിട്ട് ദൈവനാമത്തിൽ പ്രിയ മകളെ ക്ഷണിച്ചുകൊള്ളുന്നു. Oh
ഒരു പാട്ടുകൂടെ ഉണ്ട് പ്രിയ മകളെ, ഒരു പാട്ടുകൂടെ നമുക്ക് വേണ്ടി പാടും. പാടിക്കാൻ മോളെ. അവള് പിയാനോ സെറ്റ് ചെയ്യാൻ. താങ്ക് യു മോളെ, താങ്ക് യു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട് തന്നെയല്ല, പ്രത്യാശ നിറഞ്ഞൊരു പാട്ടാണ്. നമുക്ക് എല്ലാവർക്കും പ്രത്യാശ. പാരിൽ പാർക്കും അല്പായുസ്സിൽ. നമ്മളെയൊക്കെ ജീവിതങ്ങളിൽ ഈ ലോകത്തിൽ ഒരു അല്പായുസായിട്ടാ പാട്ടുകാരനെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭാരങ്ങൾ അധികം വേണ്ട ഇനിയും. നമ്മൾ ദൈവമക്കളാ. നമുക്ക് ഈ സമയം എന്ന് പറഞ്ഞാൽ ഒരു വളരെ പരിശോധനയിൽ കൂടി കടന്നു വന്ന ഒരു കാലഘട്ടമായി. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ദൈവജനത്തിൽ രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത് നടന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഞങ്ങളെ പോലെ ഗൾഫിലൊക്കെ ഉള്ളവരൊക്കെ ഒത്തിരി ഭീതിയില്ല. എന്ത് സംഭവിക്കും, നാളെ എന്ത് സംഭവിക്കും, ഇപ്പൊ എന്ത് സംഭവിക്കും എന്നുള്ള ഭീതിയിൽ കഴിയുക. അപ്പോഴ് ആ ഭീതി ഒന്നും വേണ്ട. എന്താ, പാരിൽ പാർക്കും അല്പം ആയുസ്. അത് എവിടെ ആയിരുന്നാലും ശരി, നാട്ടിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഗൾഫിന്റെ വിവിധ പ്രദേശത്താണെങ്കിലും യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും അതിനൊന്നും നമ്മൾ ഭാരം അധികം വേണ്ടെന്നുള്ളതാണ്. നമ്മള് ദൈവമക്കള് നമ്മൾ പോകേണ്ട പ്ലേസിൽ പോകും. എവിടെ ഇരുന്നാലും നമ്മൾ പോകേണ്ടടുത്ത് പോകും. അതുകൊണ്ട് ഒരു ഭാരവും ഇല്ല. ഈ സമയത്ത് ഈ പാട്ട് വളരെ അനുഗ്രഹം. നമുക്കൊക്കെ പ്രത്യാശ നിറഞ്ഞ ഒരു പാട്ട്. ഇതൊരു പാസ്റ്റർ എഴുതിയതാ. ബന്ധകോസിലെ ഒരു പാസ്റ്റർ, കരിയമ്പ്രാവിലൊരു പാസ്റ്റർ എഴുതിയതാ. ഞാൻ ഈ പാസ്റ്റർ ആ പാട്ട് എഴുതി ഇറക്കിയപ്പം തന്നെ ഞാനത് എഴുതി പഠിച്ച് പാടിയതാ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട്. ഇന്നത് കേൾപ്പാന് പ്രിയ മകളിൽ കൂടി ഇടയാതെ ഓർത്ത് നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. പ്രിയ മകളെ, യുവ സഹോദരിയാ, കുഞ്ഞിനെ അവിടുന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ. അവിടെ വിദ്യാഭ്യാസവും അവിടെ ഭാവിയും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർന്നും കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നല്ല പാട്ടുകള് ഇതുപോലെ നമ്മുടെ മധ്യത്തിൽ നമുക്ക് ഒരുപാട് പാട്ടുകളുണ്ട് പ്രത്യാശയുള്ള. നമ്മുടെ പ്രിയ കർത്തൃസന്നിധിയിലായിരിക്കും
നമ്മുടെ പ്രിയപ്പെട്ടവർ എഴുതിയിരിക്കുന്ന ഒരുപാട് പാട്ടുകൾ. എന്നാൽ അത് പാടി പുതുമയോടുകൂടി അത് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ആശ്വാസം പകരുന്നു, ഒരു പുതുമ നൽകുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ആശ്വസിക്കത്തക്ക പാട്ട് കേട്ടു. ഇനി നമുക്ക് ദൈവവചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കുമെന്ന്. അപ്പൊ നമുക്ക് രോഗങ്ങളും പ്രയാസങ്ങളും ദുഃഖവും ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ദൈവവചനം തന്നു നമ്മളെ ആശ്വസിപ്പിക്കും. പാട്ടിൽ കൂടെ നമുക്ക് ആശ്വാസം തന്നു. ഇനി അതുപോലെ തന്നെ നമുക്ക് ദൈവവചനത്തിൽ കൂടെ നല്ല പ്രത്യാശയോടുകൂടി കേൾക്കത്തക്ക രീതിയിലുള്ള ഒരു വചനം കേൾക്കാം. അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കും, മനസ്സിന് സൗഖ്യം തരും. മനസ്സിന്റെ വൈഷമ്യങ്ങളൊക്കെ നമുക്ക് മാറും ദൈവവചനം കേൾക്കുമ്പോൾ. ആ നിലയിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചന ശുശ്രൂഷ നമുക്ക് കേൾപ്പാം. പ്രിയ ബീന ജോണി സഹോദരിയെ അതിനുവേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ സഹോദരി ഇനി അല്പസമയം ദൈവവചനത്തിൽ നിന്നും ശുശ്രൂഷിക്കുന്നതായിരിക്കും. താങ്ക് യു ആന്റി. ഈ സമയം എനിക്ക് ഒരുക്കി തന്ന സ്തോത്രം ചെയ്യുന്നു. ശ്രീനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത്രയും ദൈവമക്കളുടെ മുമ്പാകെ വീണ്ടും ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്ത്രീയും സഹോദരിമാർക്ക് ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഇന്ന് 247ാമത് സൂം മീറ്റിംഗ് ആണ്. കഴിഞ്ഞ 246 മീറ്റിങ്ങുകളും വളരെ അനുഗ്രഹമായിട്ട് നടന്നു. അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. എല്ലാം പ്രാർത്ഥന എന്നുള്ള വിഷയമായിരുന്നു. ഇന്നും പ്രാർത്ഥനയെ കുറിച്ചാണ് അല്പമായിട്ട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് എനിക്ക് അവകാശം ഒരുക്കി തന്ന എന്നെ ഇതിലേക്ക് ക്ഷണിച്ച പ്രിയ ഷിബാൻഡിയോടും മറ്റു അഡ്മിൻസിനോടും ഉള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. പ്രിയ ഷിബാൻഡി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കൊടുത്ത സൗഖ്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഭവനത്തിലേക്കുള്ള യാത്രയിലാണ് എന്ന് അറിയുവാനായിട്ട് സാധിച്ചു. പ്രിയ മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, പൂർണ്ണ സൗഖ്യം ദൈവം നൽകി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ ഇത്രയും പേർക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എനിക്കും ഇങ്ങനെ ഒരു സവാസം ലഭിച്ചല്ലോ, അതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് എഫീസർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എഫീസർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വർത്തിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പ്രജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് ഉണ്ടാകട്ടെ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പൗലോസിന്റെ പ്രാർത്ഥനയാണ്. അതിന്റെ എഫീസർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം തന്നെ അതിന്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലും പൗലോസിന്റെ പ്രാർത്ഥനയെ കുറിച്ച് കാണുന്നു. പൗലോസിന്റെ പ്രാർത്ഥനകളിൽ 3-ാം അധ്യായം എഫീസർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 19 വരെ ഉള്ള ഈ വാക്യങ്ങൾ അത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നുവെന്ന് നമുക്ക് കാണാം. സകലത്തിന്റെയും പിതാവായ ദൈവം നമ്മുടെയും ദൈവമാണ്. ആ വലിയവനായ പിതാവിന്റെ മുമ്പിൽ സകല വിനയത്തോടും കൂടെ പൗലോസ് മുട്ടുകുത്തുന്നു എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാം. പൗലോസ് എഫീസർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. 2-ാം അധ്യായത്തിൽ പറഞ്ഞതും ജാതികൾ പ്രകൃതിയാൽ എന്തായിരുന്നു എന്നതും ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ എന്തായി തീർന്നു എന്നതുമായ ചിന്തയെ കാണുന്നു. 3-1-14 വാക്യങ്ങളിൽ അവിടെ തുടങ്ങുന്നത് അത് നിമിത്തം എന്ന് ആരംഭിച്ചുകൊണ്ടാണ്. അവരുടെ പട്ടിണിയിൽ നിന്നും കഷ്ടതയിൽ നിന്നും മരണത്തിൽ നിന്നും ഉള്ള അവരുടെ അതിശയകരമായ ഉയർച്ചയാണ് പൗലോസിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിച്ചത്. അവർ ആയിരിക്കുന്ന ഉയർന്ന പദവിയിൽ നിർത്തുവാൻ ദൈവസന്നിധിയിൽ പൗലോസ് മുട്ടുമടക്കുകയാണ്. നമ്മുടെ ശാരീരിക അവസ്ഥയിൽ എങ്ങനെ വേണമെങ്കിലും ദൈവസന്നിധിയിൽ ആയിരിക്കാം. എപ്പോഴും മുട്ടുമടക്കണമെന്ന് ആവശ്യമില്ല. നാം ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ അതുപോലെ പണി ചെയ്യുമ്പോഴൊക്കെയും നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെയും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ്
ഭയഭക്തിയോടെ ആയിരിക്കണം, താഴ്മയോടെ ആയിരിക്കണം. നമ്മൾ പ്രാർത്ഥന കഴിക്കേണ്ടത് പിതാവിനോടാണ്. ദൈവം സകല ജാതിയുടെയും പിതാവാണ്. അവൻ സൃഷ്ടാവാണ്. ദൈവം എല്ലാ വിശ്വാസികളുടെയും പിതാവാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വീണ്ടെടുക്കപ്പെട്ടവരും ദൈവത്തെ കുടുംബത്തിന്റെ നാഥനായിട്ട് കാണുന്നു. എല്ലാ സൃഷ്ടികളും ദൂതന്മാരും മനുഷ്യരും അവനാൽ സൃഷ്ടിക്കപ്പെട്ടവരുമായ എല്ലാം പിതാവ് മുഖാന്തരം നിൽക്കുന്നുണ്ട്. അത് നിമിത്തം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അതിന് 16-ാം വാക്യത്തിൽ പൗലോസ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഇവിടെ പൗലോസ് ആവശ്യപ്പെടുന്നത് വിശുദ്ധന്മാർ ആത്മാവിൽ ശക്തിപ്പെടണം എന്നാണ്. നമ്മൾ കൊടുക്കുമ്പോൾ ധാരാളം കൊടുത്തു എങ്കിലും അത് ധനത്തിൽ നിന്ന് ആണെങ്കിലും ധനത്തിന് ഒത്തവണ്ണം ആയിരിക്കില്ല. എന്നാൽ പൗലോസ് പറയുന്നത് ദൈവം തന്റെ ധനത്തിന് ഒത്തവണ്ണം ശക്തിയെ കൊടുക്കേണ്ടതിന് ആണ് എന്നാണ്. പൗലോസിന്റെ പ്രാർത്ഥന പരസ്പര ബന്ധമില്ലാത്ത പ്രാർത്ഥനയോ അപേക്ഷയോ അല്ല, തുടർമാനമായ കാര്യമാണ്. അത് ഒന്നിൽ തുടങ്ങി വേറൊന്നിൽ അവസാനിക്കുകയല്ല. ജാതികളെ പോലെ ജൽപ്പനം ചെയ്ത് പ്രാർത്ഥിക്കുകയല്ല. പൗലോസ് അതിനെ മഹത്വപരമായ മൂർധന്യത്തിലേക്ക് പണിതെടുക്കുകയാണ് ചെയ്യുന്നത്. തന്റെ പ്രാർത്ഥനയുടെ ആദ്യപടി അകത്തെ മനുഷ്യന് ആത്മാവിൽ ശക്തിയോടെ ബലപ്പെടണം എന്നുള്ളതാണ്. ഇവിടെ ഉറപ്പും വേഗവുമുള്ള ആത്മീയ തീഷ്ണതയാണ് ഈ ശക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ശക്തി ലഭിക്കുന്നത് ദൈവവചനം വായിച്ച് അത് ധ്യാനിക്കുമ്പോഴാണ്. ദിനംതോറും നാം അത് അഭ്യസിക്കേണ്ടത് ആവശ്യമാണ്. 2 കൊരിന്ത്യർ 4:16 നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുമ്പോഴും നമ്മുടെ അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ളത് എന്ന് വരികിലും അകത്തെ മനുഷ്യന് ബലവും വളർച്ചയും പുതുക്കവും ആവശ്യമാണ്. ഒരു പിതാവിനേക്കാൾ സ്നേഹമേറിയ നിലയിലാണ് പൗലോസ് എഫേസ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണമുള്ള അനുഗ്രഹമാണ് പൗലോസ് കാംക്ഷിക്കുന്നത്. നാം ബലപ്പെടുവാനും നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് വസിക്കുവാനും പൗലോസ് പ്രാർത്ഥിക്കുന്നു. നാം സ്നേഹത്തിൽ വേരൂന്നുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര വലിയ വൃക്ഷമായാലും ശരിയായ നിലയിലല്ല അത് വേരൂന്നി വളരുന്നതെങ്കിൽ അതിന് നിലനിൽക്കുവാനാവുകയില്ല, അതിന് ഫലം ലഭിക്കുകയുമില്ല. കൊലോസ്യർ 2:7 വായിക്കുന്നത് പോലെ അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ എന്നാണ്. നാം ക്രിസ്തുവിലും വേരൂന്നി അവന്റെ സ്നേഹത്തിലും വളരേണ്ടത് ആവശ്യമാണ്. ദൈവസ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും നമുക്ക് ഒരു നാളും കണക്കാക്കാനാവില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അതിന്റെ വീതി എന്താണെന്ന് ചോദിച്ചാൽ അത് മുഴു ലോകത്തെ കാണിക്കുന്നു. യോഹന്നാൻ 3:16. അതിന്റെ നീളം അത് നിത്യകാലത്തെ കാണിക്കുന്നു. 1 കൊരിന്ത്യർ 13:8. അതിന്റെ ഉയരം സ്വർഗത്തെ കാണിക്കുന്നു. 1 യോഹന്നാൻ 3:1-2 വാക്യങ്ങൾ. അതിന്റെ ആഴം അത് ക്രൂസിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. ഫിലിപ്പിയർ 2:8. ഈ വീതിയും നീളവും ഉയരവും ആഴവും ഒരു നാളും കണക്കാക്കാനാവാത്തതാണ്. ഇത് ഈ ഒരു വാക്യം അത് കണക്കായിട്ടാണ് ഇവിടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മെഷർ ഓഫ് ലവ് ഓഫ് ഗോഡ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അത് അനന്തമായതാണ്, അത് അളക്കാനാവാത്തതാണ്. ദൈവസ്നേഹം അത് അളക്കാനാവാത്തതാണ്. അതുകൊണ്ട് നമ്മളുടെ ദൈവത്തോടുള്ള സ്നേഹം, ദൈവം നമ്മെ സ്നേഹിച്ചത് അതിന് ഒരു അളവില്ലാത്തതാണ്. നമ്മൾ താണ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്നവരായിരുന്നു. എന്നാൽ ദൈവം നമ്മെ സ്നേഹിച്ചു, നമ്മെ വീണ്ടെടുത്ത് തന്റെ മക്കളാക്കി, തന്റെ അവകാശികളാക്കി നമ്മളെ തീർത്തു. ഇന്ന് നമ്മൾ ആ മക്കൾ എന്നുള്ള പദവിയോടുകൂടിയാണ് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്. ഒരിക്കലും യാതൊരു യോഗ്യതയും ഇല്ലാത്തവരായിരുന്ന നമ്മളെ സ്നേഹിക്കുവാൻ, നമ്മളെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം അനവധിയായിട്ടാണ് പലപ്പോഴും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. അതിനുള്ള മുഖാന്തരവും യേശു ക്രിസ്തുവാണ്. എഫേസ്യർ 1:18-19 പൗലോസിന്റെ പ്രാർത്ഥന നമ്മൾ കാണുന്നു. എഫേസ്യരിലെ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള പൗലോസിന്റെ സ്തോത്രവും പ്രാർത്ഥനകളും ആണ് ഈ ഭാഗത്ത് കാണുന്നത്. അതോടൊപ്പം പൗലോസ് വിശുദ്ധന്മാർക്ക് ഉണ്ടായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന 3 പ്രത്യേക ദൈവിക ജ്ഞാനത്തെയും ഇവിടെ കാണിക്കുന്നു.
ഒന്ന്, അവന്റെ വിളിയാലുള്ള ആശ. രണ്ട്, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. മൂന്ന്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഒന്ന്, അവന്റെ വിളിയാലുള്ള ആശ. അത് ഭാവിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അവൻ നമ്മെ വിളിച്ചപ്പോൾ നാം ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിനെ പോലെ എന്നെന്നും ആയിരിക്കണം എന്നുള്ളതാണ്. രണ്ട്, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. അത് വിശ്വാസികൾക്ക് പരിശോധിപ്പാനുള്ളതാണ്. വിശുദ്ധന്മാർ അവന്റെ അവകാശമാണ്. അത് അതുല്യമായ നിലയിലുള്ള നിധിയായിട്ടാണ് കാണുന്നത്. വിശ്വാസികളെ അവന്റെ സ്വന്തം ജനം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. നികൃഷ്ടരും വിലയില്ലാത്തവരുമായ പാപികളായിരുന്നു ക്രിസ്തുവിൽ കൂടെ രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം കരസ്ഥമാക്കി. അവരെ കുറിച്ചാണ് അവന്റെ അവകാശം എന്ന് പറഞ്ഞിരിക്കുന്നത്. മൂന്ന്, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഇവിടെ ദൈവം ഉപയോഗിക്കുന്ന ശക്തിയെക്കുറിച്ച് അവർക്ക് ആഴമായ ഒരു വില മതിക്കൽ ഉണ്ടാകുവാനാണ്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുകയും അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പവും അത് നമുക്ക് അറിയാനായിട്ട് ഇടയായിട്ട് തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇവിടെ എഫേസ്യക്കാരുടെ നേട്ടങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുകയും വരാൻ പോകുന്ന മഹത്വം പ്രാപിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവർ സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങൾ പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് ഇവിടെ സ്തോത്രം ചെയ്യുന്നു. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. സകലത്തിന്റെയും പിതാവായ ദൈവം നമ്മുടെയും പിതാവാണ്. ആ പിതാവിന്റെ സന്നിധിയിലാണ് പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്. യഹൂദന്മാർ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ബൈബിളിലെ അനേക പ്രാർത്ഥനാ വീരന്മാർ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 രാജാക്കന്മാർ 8:54 ശലോമോനെ നാം കാണുന്നു. യാഗപീഠത്തിന്റെ മുമ്പിൽ മുഴങ്കാലിൽ കുത്തിയിരുന്ന് ആകാശത്തേക്ക് കൈ മലർത്തിയിരുന്നതും വിട്ട് എഴുന്നേറ്റു. ഇവിടെ ശലോമോൻ യാഗപീഠത്തിന്റെ മുമ്പിൽ മുഴങ്കാലിൽ കുത്തിയിരുന്ന് ആകാശത്തേക്ക് കൈ മലർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദാനിയേൽ 6:10 ദാനിയേൽ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിട്ട് മുമ്പ് ചെയ്തിരുന്നത് പോലെ 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. 1 രാജാക്കന്മാർ 18:42 ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലൂക്കോസ് 22:44 പ്രാണവേദനയിലായി അത് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അത് ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് പ്രാണവേദനയിലായി അത് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചത്. അതുപോലെ സ്തെഫാനോസ്, പൗലോസ്, പത്രോസ് എന്നിവരെല്ലാം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതാണ് എപ്പോഴും നല്ലതായിട്ടിരിക്കുന്നത്. ഒരു പിതാവ് എങ്ങനെ തന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അതിലുപരിയായിട്ടാണ് പൗലോസ് എഫേസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രിയ ദൈവജനമേ, നാമും പൗലോസിനെ പോലെ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, സഭയിലുള്ളവർക്ക് വേണ്ടി, സകല വിശുദ്ധന്മാർക്കും വേണ്ടി, ദേശത്തിന് വേണ്ടി ഒക്കെയും മുട്ടിന്മേൽ നിൽക്കാം. എല്ലാ വിഷയങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നാം ഇപ്പോൾ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണല്ലോ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് മറുപടി നൽകി തരും. ആ പൂർണ്ണ വിശ്വാസത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ പ്രസംഗത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ആമേൻ. ആമേൻ.